വചനം എഴുതിയ ആത്മാവേ, വാഗ്ദാനത്തിൻ ആത്മാവേ, വെളിപാടിൻ്റെ ആത്മാവേ, കത്തിപ്പടരണമേ. വചനം എഴുതിയ ആത്മാവേ, വാഗ്ദാനത്തിൻ ആത്മാവേ, വെളിപാടിൻ്റെ ആത്മാവേ, കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. വരു 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 പരിശുദ്ധാത്മാവേ, വരു 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 യേശുവിനാത്മാവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം ശുശ്രൂഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തരായി ജീവിച്ചവർ എന്നതാണ്. ഈശോ പിതാവിൻ്റെ മുൻപിൽ അംഗീകരിക്കപ്പെട്ടതുപോലെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പിതാവിൻ്റെ മുൻപിൽ അംഗീകരിക്കപ്പെടണം, വിശ്വസ്തരായി കണക്കാക്കപ്പെടണം. കുഞ്ഞാടിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായിരുന്നു എന്ന് വെളിപാട് 17:14 നമ്മൾ വായിക്കുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൽ നിത്യതയിൽ കുഞ്ഞാടിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് വിളിക്കപ്പെടുക, തിരഞ്ഞെടുക്കപ്പെടുക, വിശ്വസ്തരാവുക. കർത്താവിൻ്റെ മുൻപിൽ അഭിമാനിക്കാൻ അർഹതയുള്ള വേലക്കാരായി പ്രത്യക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് എപ്രകാരമാണ് ദൈവത്തിൻ്റെ മുൻപിൽ, പിതാവിൻ്റെ മുൻപിൽ അഭിമാനിക്കാൻ ഉള്ള അർഹത നേടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ പഠന പരമ്പരയിൽ നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചത് ഏലിയ പ്രവാചകൻ എപ്രകാരമാണ് ജീവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിൽ അഭിമാനിക്കാൻ അർഹതയുള്ളൊരു മനുഷ്യനായി തീർന്നത് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ കണ്ടു, ആരും കർത്താവിനെ അന്വേഷിക്കാത്ത ഒരു കാലഘട്ടത്തിലും ഏലിയ ദൈവത്തെ അന്വേഷിച്ചു, വിശ്വസിച്ചു, അനുസരിച്ചു, കർത്താവിൽ ആശ്രയിച്ചു, അതുപോലെ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിച്ചു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ഏലിയ ധീരതയോടുകൂടെ ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊണ്ടു. നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുകയാണ്, നമ്മൾ ധ്യാനിക്കുകയാണ് തീഷ്ണതയിലുള്ള വിശ്വസ്തത. ഏലിയ പ്രവാചകനെ അവതരിപ്പിക്കുമ്പോൾ തന്നെ കയ്യിൽ ഒരു വാളും ആ വാളിൻ്റെ അറ്റത്ത് ജ്വലിക്കുന്ന അഗ്നിയുമൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ് ഏലിയ പ്രവാചകന്റെ ചിത്രത്തിലുള്ളത്. ഏലിയ പ്രവാചകൻ ദൈവത്തിനു വേണ്ടി എങ്ങനെയാണ് ജ്വലിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ്. ഏലിയായുടെ തീഷ്ണത എന്ന് തന്നെ പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഏലിയായെ പോലെ തീഷ്ണതയുള്ളവരായിരിക്കുക. അപ്പോൾ ഏലിയായുടെ ആ തീഷ്ണത, ദൈവത്തിനു വേണ്ടിയിട്ടും മനുഷ്യന് വേണ്ടിയിട്ടും ഒക്കെയുള്ള തീഷ്ണതയെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ളൊരു ടെസ്റ്റിമണി മക്കബേയരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 58-ാമത്തെ തിരുവചനത്തിലുണ്ട്. ബൈബിൾ ഉള്ളവർക്ക് ബൈബിൾ കയ്യിലെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വചനഭാഗം എഴുതി വയ്ക്കാം. 1 മക്കബേയർ 2:58. നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്ന് പറഞ്ഞാൽ ദൈവിക നിയമങ്ങളെക്കുറിച്ചുള്ള, ദൈവകൽപ്പനകളെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഏലിയായുടെ തീഷ്ണതയെ സൂചിപ്പിക്കുന്ന, നമുക്ക് പറഞ്ഞു തരുന്ന വചനഭാഗമാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി.
പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് രാജാവ് ജനത്തെ കർമ്മല മലമുകളിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽവയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരുവിൻ. ഒന്നിനെ അവർ കഷണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വയ്ക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. വളരെ നല്ല അഭിപ്രായം ജനം ഒന്നാകെ പ്രതിവചിച്ചു. പ്രിയപ്പെട്ടവരെ, മത്സരം പ്രഖ്യാപിക്കുകയാണ് ഏലിയ പ്രവാചകൻ. ബാലിൻ്റെ പ്രവാചകന്മാർ ഒരു വശത്ത്, ഏലിയ മറുവശത്ത്. എന്തിനു വേണ്ടിയാണ് ഏലിയ ഈ മത്സരം പ്രഖ്യാപിക്കുന്നത്? ഒന്ന്, യഹോവ മാത്രമാണ് ദൈവമെന്ന് തെളിയിക്കണം. ഏലിയ പ്രവാചകന്റെ ഹൃദയത്തിലെ തീഷ്ണത തൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നതിനുള്ള തീഷ്ണതയല്ല. നമുക്കും തീഷ്ണതകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ തീഷ്ണത, ചില ആളുകൾക്ക് വിദേശത്ത് പോകാൻ തീഷ്ണത, ആഗ്രഹം, അതിനുവേണ്ടി ഒരു വിദേശ ഭാഷ പഠിക്കുന്നതിനുള്ള തീഷ്ണത. അങ്ങനെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന്, ഒരു ജോലി കിട്ടുന്നതിന്, അതിനുവേണ്ടി പഠിക്കുന്നതിന് രാവും പകലും ഒക്കെ ഉറക്കമൊളിച്ചിരുന്ന് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് പഠിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെ പലതും ഈ ലോകത്തിൽ നേടിയെടുക്കുന്നതിന് തീഷ്ണത നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷേ ഏലിയ പ്രവാചകന്റെ തീഷ്ണത ദൈവത്തിന് വേണ്ടിയുള്ള തീഷ്ണതയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള തീഷ്ണതയാണ്. യഹോവ മാത്രമാണ് ദൈവമെന്ന് തെളിയിക്കണം. രണ്ടാമതായി, ദൈവമല്ലാതെ, അതായത് യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് തെളിയിക്കണം. യഹോവ ദൈവമാണെന്ന് മാത്രമല്ല, വേറൊരു ദൈവമില്ല, അവൻ ഏക ദൈവമാണെന്ന് തെളിയിക്കപ്പെടണം. അതിനുള്ള തീഷ്ണതയാണ്. അതുപോലെ ദൈവത്തെ സത്യദൈവമായി അവതരിപ്പിക്കണം. ആളുകൾ അത് മനസ്സിലാക്കണം, ഗ്രഹിക്കണം, സ്വീകരിക്കണം. ജനം വിശ്വസിച്ച് ദൈവാരാധകരായി മാറണം. അപ്പോൾ ജനത്തിനു വേണ്ടിയിട്ടുള്ള ഒരു തീഷ്ണത കൂടെ ഉണ്ട് അവിടെ. അങ്ങനെയാണ് മത്സരം തുടങ്ങാൻ. 25 മുതൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 25 മുതൽ നമ്മൾ ഈ മത്സരത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുകയാണ്. ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ കാളയെ ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അനേകം പേരുണ്ടല്ലോ, നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ, എന്നാൽ തീ കൊളുത്തരുത്. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണം ഉണ്ടായില്ല, ആരും ഉത്തരവും നൽകിയില്ല. ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാലൊരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കും, ദിനചര്യ അനുഷ്ഠിക്കുകയാകാം, യാത്ര പോയതാകാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവും, വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു രക്തമൊഴുക്കി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവൻ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന കേട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, മത്സരം നടക്കുന്ന സമയത്ത്, ഏലിയ പ്രവാചകൻ ഇവരെ പരിഹസിക്കുന്നത് നമ്മൾ വായിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഏലിയ പ്രവാചകൻ ഈ തിന്മയെ പരിഹസിക്കുന്നത്? അത് ദൈവത്തിൻ്റെ തന്നെ പരിഹാസത്തിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ
ദൈവം പരിഹസിക്കുന്നതിനെ കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 2 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അതായത് വിഗ്രഹാരാധകരായ മനുഷ്യരെ ദൈവം പരിഹസിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കാത്ത മനുഷ്യരെ ദൈവം പരിഹസിക്കുന്നു. ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ട് വമ്പ് പറയുന്ന മനുഷ്യരെ ദൈവം പരിഹസിക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, അവർ തിന്മ ചെയ്തിട്ട് അവർ വമ്പ് പറയും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയും. ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ കൽപ്പനകൾ ലംഘിച്ചു, പക്ഷെ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്നൊക്കെ വമ്പ് പറയുന്നവരെ നോക്കി ദൈവം പരിഹസിക്കുന്നുണ്ട്. അതുപോലെ ഈ ബാലിനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഈ പുരോഹിതരുടെ കോപ്രായങ്ങൾ കണ്ടിട്ട്, അവരുടെ കാട്ടായങ്ങൾ കണ്ടിട്ട് ഏലിയാ പ്രവാചകൻ അവരെ പരിഹസിക്കുകയാണ്. ഈ പരിഹാസത്തിൽ ഒരു തീക്ഷ്ണതയുണ്ട് പ്രിയപ്പെട്ടവരെ. അതായത് നിന്ദിക്കപ്പെടേണ്ടത് നിന്ദിക്കപ്പെടുക തന്നെ വേണം. എലിയ പ്രവാചകന്റെ തീക്ഷ്ണത അവിടെയാണ്. നിന്ദിക്കപ്പെടേണ്ടതിന് നിന്ദിക്കുന്നവനായ, അതായത് തിന്മയെ എതിർക്കുന്നവനായ ഏലിയ. തിന്മയെ എതിർക്കുന്നതിന് നിന്റെ ഹൃദയത്തിൽ ഒരു തീക്ഷ്ണത വേണം. തിന്മയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റിന് പോകരുത്. അതാണ് യാക്കോബ് ശ്ലീഹ എഴുതുകയാണ് 4-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ. തിന്മയെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ, തിന്മയെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ എതിർത്ത് നിൽക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ യാക്കോബ് എഴുതുകയാണ്, അപ്പോൾ നീ തിന്മയെ എതിർക്കുമ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ തിരുവചനം നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. റോമർ 12:9 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വചനം നമുക്ക് പറഞ്ഞു പഠിക്കാം. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 5:9 നമ്മൾ വായിക്കുന്നു. 1 പത്രോസ് 5:9, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെന്ന് പറഞ്ഞ പിശാചിനെ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് പിശാച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണെന്ന് 1 പത്രോസ് 5:8 നമ്മൾ വായിക്കുന്നുണ്ട്. അലറുന്ന സിംഹത്തെ പോലെ പിശാച് ചുറ്റി നടക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുക. ഈ തിന്മയെ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിനുള്ള തീക്ഷ്ണതയാണ് ഏലിയ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ, ആ തീക്ഷ്ണതയുടെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്. ഈശോ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഫരീസയരുടെയും നിയമജ്ഞരുടെയും രീതികളെ തീക്ഷ്ണതയോടുകൂടെ എതിർക്കുകയാണ്. അതുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഈശോ പോകുന്നില്ല. അതുകൊണ്ട് ഈശോ പറയാണ്, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്തു. ഫരിസയരുടെയും നിയമജ്ഞരുടെയും രീതികളെ ഈശോ പരിഹസിക്കുകയാണ്. ഇനി ഏലിയാ പ്രവാചകൻ കർമ്മല മലമുകളിൽ നടത്തുന്ന ആ മത്സരത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു തീക്ഷ്ണത എന്ന് പറയുന്നത് ശരിയായവ പ്രവർത്തിക്കുന്നതിലുള്ള തീക്ഷ്ണത, പ്രാർത്ഥിക്കുന്നതിലുള്ള തീക്ഷ്ണത, ദൈവത്തെ വെളിപ്പെടുത്തുന്നതിലുള്ള തീക്ഷ്ണത. അതൊരു മിഷൻ പ്രവർത്തനമാണ്. ദൈവത്തെ വെളിപ്പെടുത്തുന്നതിനുള്ള തീക്ഷ്ണത, ജനത്തെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു തീക്ഷ്ണത. പ്രിയപ്പെട്ടവരെ, തിന്മയെ എതിർക്കാൻ മാത്രം നമുക്ക് തീക്ഷ്ണത ഉണ്ടായാൽ പോരാ, നന്മ ചെയ്യുന്നതിനും നമുക്ക് തീക്ഷ്ണതയുണ്ടാകണം.
അപ്പോൾ ഏലിയായുടെ ചാൻസാണ് ഇനി. നമ്മൾ കാണുകയാണ് ബാലിൻ്റെ പ്രവാചകന്മാർ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഒരു സമയം. സ്വർഗത്തിൽ നിന്ന് ഒരു അഗ്നിയും ഇറങ്ങുന്നില്ല, ഒരു ബലിവസ്തുവും സ്വീകരിക്കപ്പെടുന്നില്ല. അവർ വെട്ടിവെച്ച കാളയുടെ മാംസം അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. കാലത്ത് മുതൽ അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ 1 രാജാക്കന്മാർ 18-ാം അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 1 രാജാക്കന്മാർ 18-30 മുതൽ. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. കർത്താവിൻ്റെ ബലിപീഠം തകർന്നു കിടക്കുകയാണ്. ഈ തകർന്നു കിടക്കുന്ന ബലിപീഠം ഒരു പ്രതീകമാണ്. സ്കാറ്റേഡായി പോയ ഇസ്രായേൽ ജനത, തിരഞ്ഞെടുക്കപ്പെട്ട വംശം, ആ 12 ഗോത്രങ്ങൾ ഛിന്നഭിന്നമായി കിടക്കുകയാണ്. തെക്ക് 2 ഗോത്രങ്ങളും വടക്ക് 10 ഗോത്രങ്ങളുമായിട്ട് അവർ സ്കാറ്റേഡാണ്. ഈ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ പ്രതീകമായിട്ട് അവൻ കർത്താവിൻ്റെ ബലിപീഠം കേടുപോക്കി. ഇസ്രായേൽ എന്നായിരിക്കും നിന്റെ നാമം എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ജനത്തിൻ്റെ സഹായം ആവശ്യപ്പെടുകയാണ്. ഒരു പ്രധാനപ്പെട്ട തീഷ്ണത നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ജനത്തെ ദൈവത്തിനു വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നതിനുള്ള ഒരു തീഷ്ണതയുണ്ട്. ബലിപീഠം പണിയണം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം പണിയണം, സഭയെ പണിതുയർത്തണം. എവിടെയാണ് ദൈവരാജ്യം പണിയുന്നത്? ഈ ഭൂമിയിലാണ്. ആരുടെ ഇടയിലാണ്? മനുഷ്യരുടെ ഇടയിലാണ്. ആരെ കൊണ്ടാണ് ദൈവരാജ്യം പണിയുന്നത്? ദൈവജനത്തെ കൊണ്ടാണ് ദൈവരാജ്യം പണിയുന്നത്. ആരെ കൊണ്ടാണ് നീ സഭ ഉണ്ടാക്കുന്നത്? ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നീ സഭയുണ്ടാക്കുന്നത്. ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട പ്രേഷിതൻ്റെയും അയക്കപ്പെട്ട ഓരോ മിഷണറിയുടെയും ഒക്കെ ദൗത്യം, പ്രിയപ്പെട്ടവരെ, ജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവരാജ്യം വളർത്തുക എന്നതാണ്. നിന്റെ ഹൃദയത്തിൽ ഏലിയായിക്കുണ്ടായിരുന്നത് പോലെ ഈ തീഷ്ണതയുണ്ടോ? ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ, അവരെ ദൈവനാമത്തിൽ ഒരുമിച്ച് കൂട്ടാൻ, അവരെ ദൈവത്തിനു വേണ്ടി ഒരുമിച്ച് കൂട്ടാനുള്ള തീഷ്ണത, ദൈവത്തെ കൊണ്ടുപോയി കൊടുക്കാനുള്ള തീഷ്ണത, ജനത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീഷ്ണത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 33 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ഏലിയ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. 33 മുതൽ അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. ദഹനബലിക്കുള്ള ഈ ബലിവസ്തുവിന്മേൽ എന്തിനാണ് വെള്ളമൊഴിക്കുന്നത്? എത്രമാത്രം വെള്ളം ഒഴിക്കുന്നു അത്രമാത്രം അത് കത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് നമുക്കറിയാം. പക്ഷേ ഏലിയ പറയാണ്, നിങ്ങൾ വെള്ളം ഒഴിക്കുവിൻ. അവൻ തുടർന്ന് വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു. 3-ാം പ്രാവശ്യം അങ്ങനെ ചെയ്തു. അങ്ങനെ 12 കുടം വെള്ളം ഈ മാംസത്തിലും വിറകിലും കല്ലിലും അതിൻ്റെ ചുറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുക്കി നിർത്തിയത്, പ്രിയപ്പെട്ടവരെ, എന്തിനാണ്? അഗ്നി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് വെള്ളമൊഴിക്കുന്നത്? ഈ വെള്ളം പാപത്തിൽ കുതിർന്നു കിടക്കുന്ന മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ ലോകത്തിൻ്റെ പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മനുഷ്യൻ, അതൊരു പ്രതീകമാണ്. നമ്മൾ കുർബാനയുടെ സമയത്ത് വീഞ്ഞിൽ വെള്ളം കലർത്താറുണ്ട്. വീഞ്ഞ് ദൈവീക പ്രകൃതിയെയും വെള്ളം മനുഷ്യപ്രകൃതിയെയും സൂചിപ്പിക്കുന്ന ഒരടയാളമാണ്. വീഞ്ഞിൽ വെള്ളം കലർത്തുമ്പോൾ വൈദികൻ നടത്തുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ പങ്കുകാരനായ ദൈവമേ, അങ്ങയുടെ ദൈവീക പ്രകൃതിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. വെള്ളം ഈ മനുഷ്യപ്രകൃതിയുടെ ഒരു പ്രതീകമാണ്.
അപ്പോൾ ബലിവസ്തുവിൻ്റെ മേൽ വെള്ളമൊഴിച്ചത് ഏലിയ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു മനുഷ്യനും ഇത് കത്തിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനും കത്തിക്കാൻ പറ്റാത്ത, ഒരു വിറകിനും മാനുഷികമായ ഒരു അഗ്നിക്കും കത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്. ദൈവത്തെ ഒരാളും ഇനി നാളെ സംശയിക്കരുത്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നതിന് ശേഷം ആരും നാളെ പറയരുത് താഴത്ത് നിന്ന് എന്തോ അഗ്നി കൂട്ടിയെടുത്തതാണെന്ന് പറയരുത്, ഇത് തട്ടിപ്പായിരുന്നു, ഇത് മാജിക് ആയിരുന്നു എന്ന് പറയരുത്. ഒരു തരത്തിലും ദൈവശക്തി വെളിപ്പെടുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകരുത്. ദൈവത്തിന് ജനം ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീഷ്ണത. ഇത് മാനുഷികമായി സംഭവിച്ചതാണെന്ന് ഒരു മനുഷ്യന് പോലും സംശയം തോന്നരുത് എന്നൊരു തീഷ്ണത ഏലിയായുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തതായിട്ട് ഈ വചനഭാഗത്തിലുള്ളത് ഈ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഏലിയായുടെ തീഷ്ണതയാണ്. 36 മുതൽ നമ്മൾ വായിക്കാണ്. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എലിയാ പ്രവാചകന്റെ പ്രാർത്ഥനയിലുള്ള തീഷ്ണത, പ്രിയപ്പെട്ടവരെ, അങ്ങാണ് ദൈവമെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് വെളിപ്പെടുത്തണം. അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് വെളിപ്പെടണം. ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് തിരിച്ചു വിളിക്കുന്നുവെന്ന് അവരറിയണം. അപ്പോൾ പ്രാർത്ഥനയിൽ ഒരു തീഷ്ണതയുണ്ട്. ദൈവജനത്തിന് വേണ്ടി തീഷ്ണതയുണ്ട്, ദൈവത്തിനു വേണ്ടി തീഷ്ണതയുണ്ട്. പ്രാർത്ഥനയിൽ തീഷ്ണതയോടുകൂടെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങി. ഏലിയായുടെ ഹൃദയത്തിലുള്ള അഗ്നി സ്വർഗത്തിൻ്റെ അഗ്നി ഇറക്കാൻ തക്കവിധം ശക്തമായിരുന്നു എന്ന് ചുരുക്കം. അച്ഛൻ്റെ ചോദ്യം ഇതാണ്: നിന്റെ ഹൃദയത്തിലുള്ള ദൈവത്തിനു വേണ്ടിയുള്ള തീഷ്ണതയുടെ അഗ്നി കൊണ്ട് നീ സ്വർഗത്തിൽ നിന്ന് ദൈവജനത്തിനു വേണ്ടി അഗ്നി ഇറക്കുമോ? അങ്ങനെ അഗ്നി ഇറങ്ങിയപ്പോൾ ജനം മുഴുവൻ പറഞ്ഞു. ജനത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് യഹോവ തന്നെ ദൈവം, അല്ലെങ്കിൽ യഹോവ മാത്രമാണ് ദൈവം. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അവർ ഒന്നടങ്കം പറയുകയാണ്, യഹോവ മാത്രമാണ് ദൈവം. അങ്ങനെ ജനത്തെ മുഴുവൻ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിൽ ഒരു തീഷ്ണതയുടെ അഗ്നി ഏലിയാ പ്രവാചകനിലുണ്ടായിരുന്നു. ആ തീഷ്ണതയിൽ ദൈവം സന്തോഷിച്ചു, ദൈവം അവനെ അംഗീകരിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവതിരുസന്നിധിയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ പൗലോസ് പറയുന്നു, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഏലിയാ പ്രവാചകനിൽ അങ്ങ് നിക്ഷേപിച്ച ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ആ തീഷ്ണത ഇന്ന് ഞങ്ങളിലും കത്തിപ്പടരാൻ ഇടവരുത്തണമേ. വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും പ്രാർത്ഥനയിലും തീഷ്ണതയോടുകൂടെ മുന്നോട്ട് പോകാനും വചനം പ്രഘോഷിക്കാനും അങ്ങയെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കാനും ജനത്തെ അങ്ങയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് തീഷ്ണത നൽകണമേ. വിശ്വാസത്തെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി, സഭയെ പ്രതി തീഷ്ണതയോടെ ജ്വലിച്ച് പ്രവർത്തിക്കാൻ
വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നത് പോലെ, അപ്പോസ്തലന്മാരിൽ ഉണ്ടായിരുന്നത് പോലെ, രക്തസാക്ഷികളിൽ ഉണ്ടായിരുന്നത് പോലെ, പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു തീഷ്ണത ഞങ്ങളിലും നിക്ഷേപിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്താൽ ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.